വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ആലപ്പുഴ കായംകുളത്ത് ഗതാഗത ലംഘകരെ പിടിക്കാൻ AI ക്യാമറ സ്ഥാപിച്ചത്. ക്യാമറയുടെ കണ്ണു വെട്ടിക്കാൻ ഇടവഴി കയറുന്ന നിയമലംഘകർ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. അപകടങ്ങളും പതിവായി. ക്യാമറ കുറുക്കുവഴിക്ക് അപ്പുറത്തേക്ക് മാറ്റിവെച്ചാൽ നിയമലംഘകരെ കൃത്യമായി പിടികൂടാം. പ്രദേശവാസികൾക്ക് സമാധാനപരമായി വീടിന് പുറത്തിറങ്ങുകയും ചെയ്യാം. എന്തു ചെയ്യാം? ക്യാമറ ഇപ്പോഴും ആ പ്രദേശവാസികൾക്ക് പൊല്ലാപ്പാക്കിക്കൊണ്ട് അവിടെ തന്നെയുണ്ട്. ഈ ക്യാമറ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ താമസം മാറി പോയാലോ എന്ന് വരെ ഉദ്ദേശിച്ചിരിക്കുക. താമസം മാറി പോകാനും മാത്രം AI ക്യാമറ എന്തു ചെയ്തു? ചെയ്തത് ക്യാമറയല്ല, അധികൃതരാണ്. കായംകുളം ഹരിപ്പാട് റോഡിൽ പുല്ലുകുളങ്ങരയിലുള്ള ഈ ക്യാമറയാണ് പ്രശ്നക്കാരൻ. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ പിഴ 500 രൂപ. ഈ പിഴ ഒഴിവാക്കാനുള്ള തത്രപ്പാടിൽ ഹെൽമറ്റ് ഇല്ലാതെ വരുന്നവർ കുറുക്ക് വഴിയെ ആശ്രയിച്ചു. ക്യാമറയ്ക്ക് പിന്നിലൂടെയുള്ള ഈ പോക്കറ്റ് റോഡിലൂടെ 180 മീറ്റർ സഞ്ചരിച്ചാൽ അപ്പുറത്തെത്താം. ക്യാമറയിൽ പതിയുകയുമില്ല. പക്ഷേ ആ കുറുക്ക് വഴി ഇവിടുത്തെ നാട്ടുകാർക്കാണ് തലവേദന. 150 മീറ്റർ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാമറയുടെ കണ്ണിൽപ്പെടാതെ ആൾക്കാർക്ക് പോകാൻ പറ്റും. 3-4 പേരെ വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ ഞങ്ങളുടെ സ്വൈര്യവിഹാരം തന്നെ ആകപ്പാടെ അവതാളത്തിലായിട്ടിരിക്കുന്ന ഒരു ഇതാണ്. മന്ത്രിമാർക്കും ബാക്കി എല്ലാവർക്കും ഈ പറഞ്ഞവർക്കെല്ലാം ഈ പറഞ്ഞ മാതിരി പരാതി കൊടുത്തു. ആ പരാതിന്മേൽ യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കുട്ടികൾ വെളിയിലിറങ്ങിയാൽ അങ്ങൊന്നും ഇങ്ങൊന്നും കൂടെ രണ്ട് സൈഡിൽ നിന്നും കൂടെ വണ്ടി വന്നിട്ട് ഇടിച്ചിടുകയാണ്. ട്യൂഷന് പോകുന്ന പിള്ളേർ, സ്കൂളിൽ പോകുന്ന പിള്ളേർ, സൈക്കിൾ ചവിട്ടുന്ന പിള്ളേർ, അങ്ങനെ അവിടുന്ന് വന്ന് ഒരു നോട്ടം ഇല്ലാതെയാണ് പിള്ളേരെ ഇടിച്ചിടുന്നത്. പ്രദേശത്തെ 10ഓളം വീടുകളിലേക്കുള്ള പഞ്ചായത്ത് റോഡാണിത്. പൊതുവഴിയായതിനാൽ ഗതാഗതം വിലക്കാനാവില്ല. സ്വസ്ഥമായി വീട്ടിലിരിക്കാൻ ക്യാമറ മാറ്റി സ്ഥാപിക്കുക മാത്രമാണ് പോംവഴി. പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നാട്ടുകാർ കയറിയിറങ്ങി. ഒടുവിൽ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയെ അന്വേഷണത്തിന് നിയോഗിച്ചു. നേരിട്ടെത്തി പരിശോധിച്ചു. ഈ സബ്ജക്റ്റ് ഇത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഇതാണ് അവരെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ പരാതിക്കാരെ ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ 10 വീട്ടുകാരോളം ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ അടുത്ത് വന്ന് കേൾക്കാതെ അപ്പുറത്തെ റോഡിൽ വന്ന് നിയമം ലംഘിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ കൂടെ പോകുന്നതിന് എന്തെങ്കിലും ഇതുണ്ടോ? അത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മെയിൽ വന്നിരിക്കുന്നതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പരാതികൾക്കൊടുവിൽ എൻഫോഴ്സ്മെന്റ് RTO എത്തി ക്യാമറ തിരിച്ചു വെച്ചു. ഇതോടെ കുറുക്ക് വഴി അടഞ്ഞു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമറ വീണ്ടും പഴയപടിയായി. കുറുക്ക് വഴി തുറന്നു. എൻഫോഴ്സ്മെന്റ് RTOയുടെ വിശദീകരണം വിചിത്രമാണ്. 1 മാസം 500 പെറ്റി കിട്ടിയിരുന്ന സ്ഥാനത്ത് ക്യാമറ തിരിച്ചു വെച്ചപ്പോൾ ഒന്നുപോലും കിട്ടുന്നില്ല. അതിനാൽ ക്യാമറ പഴയതുപോലെ പുനഃസ്ഥാപിക്കുന്നുവെന്ന രേഖാമൂലം പരാതിക്കാർക്ക് മറുപടി നൽകി. അതായത് ആലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് മീഡിയയുടെ നിരുത്തരപരമായിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഈ പറഞ്ഞ മാതിരി ഇപ്പം ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഈ ഒരു ദുരന്തം അനുഭവിക്കുന്നത്. ഞാനൊരു കൗതുകത്തിന് വേണ്ടി ഒരു ദിവസം എണ്ണിയതാണ്. ഞാൻ രാവിലെ 5:30 തൊട്ട് രാത്രി 7 മണി വരെ വണ്ടി എണ്ണിയപ്പോൾ 98 വണ്ടി ഇതിലൂടെ പോയി. നമ്മൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ പോകുമ്പോഴത്തേക്ക് വീട്ടിൽ കയറി അനാവശ്യം പറയുക, അടിക്കാൻ വരിക, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ AI ക്യാമറ ഉണ്ടാക്കിയ പൊല്ലാപ്പിൽ നട്ടം തിരിയുകയാണ് പുല്ലുകുളങ്ങരയിലെ നാട്ടുകാർ. നമുക്ക് സേഫ്റ്റി ആയിട്ട്, നമുക്ക് ക്യാമറയുടെ ഒബ്ജക്ഷൻ അല്ല പറയുന്നത്, നമ്മുടെ ഈ റോഡിലെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പിന്നെ ഇന്ന് രാവിലെ തന്നെ എൻ്റെ മകളെയും കൊണ്ട് 8 മണിക്ക് എക്സാമിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. രാത്രി സമയങ്ങളിലാണെങ്കിൽ വേണ്ടാത്ത അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിലൂടെ പോകുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ താമസിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ക്യാമറ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റി തരണം എന്നുള്ളതാണ്. പിഴയിനത്തിൽ സർക്കാരിന് ലക്ഷങ്ങൾ കിട്ടുന്ന ഏർപ്പാടാണ്. പക്ഷേ അത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ സർക്കാർ ഇടപെടൽ അനിവാര്യവുമാണ്. കായംകുളത്ത് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.